അമേരിക്കയിലെ ടെന്നസിയിലെ മെംഫിസിൽ നിന്നാണ് ഈതൻ ഗുവ എന്ന ചൈനീസ് അമേരിക്കൻ വംശജനായ 19-കാരൻ തന്റെ സെസ്ന 182 സീറ്റർ വിമാനത്തിൽ ലോകസഞ്ചാരം തുടങ്ങിയത്. കുട്ടികളിലെ ക്യാൻസറിനെ ചെറുക്കാനായി സെയിന്റ് ജൂഡ് ചിൽഡ്രൻസ് റിസർച്ച് ആശുപത്രിക്കായി $10,00,000 സമാഹരിക്കുക എന്ന ജീവകാരുണ്യ ലക്ഷ്യവുമായാണ് ഈതൻ തന്റെ യാത്ര തുടങ്ങിയത്. വൈമാനികതയോടുള്ള തന്റെ അഭിനിവേശത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഉപയോഗിക്കാൻ ഈതൻ തീരുമാനിച്ചത് തന്റെ കസിന് രോഗപ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന ക്യാൻസർ പിടിപെട്ടതോടെയാണ്. വിമാനത്തിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാകാൻ കൂടിയുള്ള ഈതന്റെ നീക്കം ലോകത്ത് ആദ്യത്തേതല്ല. പക്ഷേ അന്റാർട്ടിക്ക അടക്കം എല്ലാ ഭൂഖണ്ഡത്തിലും ലാൻഡ് ചെയ്തു എന്നതാണ് ഈതന്റെ ആകാശയാത്രയെ വേറിട്ടതാക്കുന്നത്. 1933-ൽ വൈലി പോസ്റ്റും 1937-ൽ അമേലിയ ഇയർഹാർട്ടും ലോകം ചുറ്റിപ്പറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവരുടെ യാത്രയിൽ എല്ലാ ഭൂഖണ്ഡങ്ങളും ഉൾപ്പെട്ടിരുന്നില്ല. 2022-ൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിപ്പറന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായ 19-കാരി സേറ റദർഫോർഡും അവരുടെ ഏകാന്ത വ്യോമയാത്രയിൽ അന്റാർട്ടിക്ക തൊട്ടിരുന്നില്ല. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കേ അമേരിക്കയും യൂറോപ്പും സഞ്ചരിച്ച ഈതൻ നവംബറിൽ ആഫ്രിക്കയും ഏഷ്യയും കടന്നു. ഈജിപ്ത്, സൗദി അറേബ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ഈതൻ ഇന്ത്യയിലും എത്തിയിരുന്നു. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈതൻ ഓസ്ട്രേലിയയിലെത്തി. 2025 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലത്ത് തെക്കേ അമേരിക്കൻ പര്യടനം പൂർത്തിയാക്കി. ഈ മാസം ആദ്യം അന്റാർട്ടിക്കയിലെത്തിയ ഈതൻ അവിടെ നിയമക്കുരുക്കിൽപ്പെട്ട് ചിലിയൻ കസ്റ്റഡിയിലായി. അന്റാർട്ടിക്കയുടെ ചിലിയൻ അധീന മേഖലയിൽ അനുവാദമില്ലാതെ ലാൻഡ് ചെയ്തതിനാണ് ഈതനെ ചിലി കസ്റ്റഡിയിലെടുത്തത്. താൻ സമർപ്പിച്ച ഫ്ലൈറ്റ് പ്ലാന് വിരുദ്ധമായിരുന്നു ഈതന്റെ അന്റാർട്ടിക്ക ലാൻഡിംഗ്. മോചിതനായെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്ന ഓഗസ്റ്റ് 11 വരെയെങ്കിലും ചിലിയിൽ ഈതൻ തുടരേണ്ടി വരും. നിലവിൽ ചിലിയൻ മെയിൻലാൻഡിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഈതൻ താൻ ജീവനോടെയുണ്ടെന്ന് എക്സിൽ കുറിച്ചിരുന്നു. 2018-ൽ 13-ാം വയസ്സിലാണ് ഈതൻ തന്റെ വ്യോമയാന സഫരി ആരംഭിച്ചത്. 17-ാം വയസ്സിൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി. 2022-ൽ ലോകയാത്രയ്ക്ക് ശ്രമിച്ചെങ്കിലും എഞ്ചിൻ തകരാറ് മൂലം മ്യാൻമറിൽ ആ യാത്ര അവസാനിച്ചു. 19-ാം വയസ്സിലെ ഏകാന്ത ഭൂഖണ്ഡാന്തര വ്യോമയാത്ര കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ 1.3 മില്യണിലധികം ഫോളോവേഴ്സിനെയാണ് ഈതൻ നേടിയത്. സെയിന്റ് ജൂഡ് ചിൽഡ്രൻസ് ആശുപത്രിക്കായുള്ള തന്റെ ജീവകാരുണ്യ ധനസമാഹരണ ലക്ഷ്യത്തിലേക്കും ഈതൻ വൈകാതെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.